കനകമ്മേ ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. You are watching another episode of Oru Ona. Stay healthy. 2 കപ്പ് അരി നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുക. 1 കപ്പ് ചെറുപയർ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകിയെടുത്ത് വേവിക്കാൻ ആവശ്യമായ കറിവേപ്പില, 6 അല്ലി വെളുത്തുള്ളി 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കുക. ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ച് വേവിച്ച ചെറുപയർ ചേർത്ത് യോജിപ്പിക്കുക. ചെറുപയർ തോരന് വേണ്ടി 1 കപ്പ് ചിരകിയ തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 7 കാന്താരി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. അരപ്പ് കുറേശ്ശെ ചെറുപയറിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. രണ്ട് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കുക. കാന്താരി ചമ്മന്തിക്ക് ആവശ്യമായ 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 കഷ്ണം ഇഞ്ചി, 10 കുഞ്ഞുള്ളി, 8 കാന്താരി, 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക്, 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് മൂടി വെച്ച് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. 1 കുഞ്ഞുരുളൻ വാളൻ പൊടിയും ചേർത്ത് ചമ്മന്തി പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. 2 തുള്ളി വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി കാന്താരി ചമ്മന്തി കുഞ്ഞുരുളകളാക്കി എടുക്കാം. നല്ല തിളച്ച എണ്ണയിൽ 2 പപ്പടം കാച്ചി അല്പം മുളക് പൊടി തൂക്കി വിളമ്പാൻ തയ്യാറാക്കാം. അങ്ങനെ ഒരു ഊണിന് ചൂടൻ കഞ്ഞിയും കാന്താരി തേങ്ങ ചമ്മന്തിയും മുളക് പൊടിയിട്ട പപ്പടവും ചെറുപയർ തോരനും. എല്ലാവരും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യൂ. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.